നന്ദിനി, ഞാനേ കുളിച്ചിട്ട് വരാം. അയ്യോ സാർ, ഞാൻ ഹീറ്റർ ഓൺ ചെയ്തില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിച്ചാ പോരെ? അപ്പോഴേക്കും ചൂടാവും. ആര് പറഞ്ഞു ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിക്കാൻ പോകുന്നത്? വ്രതം കഴിഞ്ഞില്ലേ? ഇനി സാറിന്റെ ഇഷ്ടം പോലെ ചൂടുവെള്ളത്തിൽ കുളിച്ചോ. വ്രതം കഴിഞ്ഞു, പക്ഷേ വ്രതം വഴി വന്ന ചില ശീലങ്ങളുണ്ട്. അതങ്ങനെ തന്നെ കിടന്നോട്ടോ. ഇനി എന്നും ഞാൻ പച്ചവെള്ളത്തിലേ കുളിക്കുന്നുള്ളൂ, ഈ മരചവിട്ടലിന്റെ ഓർമ്മയ്ക്കായിട്ട്. എന്റെ ദൈവമേ, സാറ് തന്നെയാണോ ഈ പറയുന്നത്? ആ, എന്താണ് സംശയമുണ്ടോ? അല്ല, അങ്ങനെ ഇതുപോലെ സാറിന്റെ ഓരോ ശീലങ്ങൾ മാറി വന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ആ, മാറി മാറി വരുന്ന ശീലങ്ങളിലെ അമ്മയുടെ കാര്യം മാത്രം ഉൾപ്പെടുത്തണ്ട. അത് മാത്രം നടക്കില്ല കേട്ടാ. ഞാനേ കുളിച്ചിട്ട് വരാം. ബൈ. തണുക്കുന്നുണ്ടോ സാർ? ഒരു കുഴപ്പമില്ല. എന്നാലേ എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. സാറ് കുളിച്ചിട്ട് വാ. ശരി ശരി ശരി. നന്ദിനി, എന്താ സാർ ഇത്? പച്ചവെള്ളത്തിൽ കുളിക്കുകയും ചെയ്തു, നന്നായിട്ട് തല തോർത്തിയിട്ടുമില്ല. ഞാൻ തല തോർത്തിയല്ലോ. അങ്ങനെ തോർത്തിന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇങ്ങോട്ടെന്നേ, ഇങ്ങതാ, ഞാൻ തോർത്തി തരാം. സാറോട് നിൽക്കി. നന്ദിനി, പതുക്കെ, തല വേദനിക്കുന്നു എന്ന് പറഞ്ഞാ നന്നായിട്ട് തോർത്തണ്ടേ? ഇനി മുതൽ കുളി കഴിഞ്ഞാ നന്നായിട്ട് തല തോർത്തിക്കൊള്ളണം. എപ്പോഴും എനിക്കിങ്ങനെ നോക്കി നിൽക്കാനൊന്നും പറ്റില്ല. അതെ, അങ്ങനെയാണെങ്കിൽ ഞാൻ തല നനച്ചിറങ്ങി വരും. അതെന്തിനാ? അല്ല, താൻ തോർത്തി തരാൻ. അതൊരു സുഖമുള്ള കാര്യല്ലേ? അയ്യോടാ, അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. അതെ, എനിക്കിടാനുള്ള ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തു. എല്ലാം തേച്ചു വെച്ചിരിക്കാം. ഏതാ വേണ്ടത്? തനിക്കിഷ്ടം ഏതാണോ അത് മതി. ഇനി ഇതിട്ടാ മതി. ഇത് എനിക്കിഷ്ടാണോ? സാറിന് ഇഷ്ടാണോ? അങ്ങനെ ഒരു ചോദ്യമില്ല. തനിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടം. എന്നാ എനിക്കിഷ്ടം. ഓക്കെ, അപ്പൊ ആന്റി കാണാം. അതെ, ഇത്രയും നാണത്തിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് പോയേ സാർ. നീ ഷർട്ട് പോരട്ടെ? അല്ല, ഈ ഷർട്ട് ഞാൻ ഇട്ടെന്നോട്ടെ. യു ആർ വെൽക്കം.